അടുത്തെൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മേളിൽ പോവും, ഇതുപോലെ വരും, തിരിച്ച് താഴോട്ടും. ഇനി എടുക്കണില്ല, ട്രേഡൊന്നും എടുക്കണില്ല. ഇതാണിപ്പോൾ ഉള്ള എൻ്റെ അനാലിസിസ്. അതായത് ഇവിടെ നിന്ന് മേളിൽ കയറിയിട്ട് തിരിച്ച് വരണമ്പോൾ റീടെസ്റ്റ് അടിക്കും ഇതുപോലെ. ഏകദേശം ഇതുവരെ ഇതിൽ തട്ടാകുമ്പോൾ വെയിറ്റ് ചെയ്യുക. എങ്ങനെയാണെന്ന് നോക്കുക എൻ്റെ റിയാക്ഷൻ. ഇവിടെ ഇതുപോലെ ചെറിയ ക്യാൻഡിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, വലിയ ക്യാൻഡിലാണെങ്കിൽ അതായത് ഏകദേശം ഇതുപോലത്തെ ക്യാൻഡിൽ വന്ന് തുടങ്ങണമെങ്കിൽ എൻട്രി അടിക്കുക. അതായത് ഇത് ക്ലോസ് ചെയ്ത് ഇതുപോലെ ക്ലോസ് ചെയ്ത് അടുത്ത ക്യാൻഡിൽ വെയിറ്റ് ചെയ്യണം, അടുത്ത ക്യാൻഡിൽ വെയിറ്റ് ചെയ്യുക, എന്തായാലും വെയിറ്റ് ചെയ്യണം. മനസ്സിലായില്ല ട്രേഡ്? അതാണ്. ഇനി വീഡിയോ ഒക്കെ എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഒന്ന് സെറ്റാകട്ടെ. എടുത്തായിരുന്നു കേട്ടോ. ഇതിനൊക്കെ ഒരു പാർഷ്യൽ അക്സെപ്റ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യും. 50% തന്നെ അക്സെപ്റ്റ് ചെയ്യാം. അപ്പം നല്ല ഒരു ഇതുണ്ട്, ഹോൾഡ് ചെയ്യുക. ഒരു 25 അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ അടുത്തുള്ള 25 ഇതിന് ശേഷം നോക്കാം. ഓക്കെ, ഫിനിഷ്. ചെറിയൊരു ട്രെയിനും കൂടെ എടുത്ത്, ഇതിൽ ഹെവി റിസ്ക് ആണ്, കുഴപ്പമില്ല. ബസ്സിലുണ്ട് ചേട്ടാ, കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടായിരുന്നു. കാരണം 4350 വരെ പോകണവരൊന്ന് വെയിറ്റ് ചെയ്യണമായിരുന്നു. അവിടം വരെ പോയിട്ടേ തിരിച്ചു വരുള്ളൂ വരുന്നത്. അതുവരെ പോകണം, ഇതിൻ്റെ അടുത്ത് വരെ പോകണേ ഏകദേശം. നേരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇനി എങ്ങോട്ടാണ് അതിന് പോണേന്ന് നോക്കാം. ചായ കിട്ടും. ഇവിടെ നിന്ന് ഇറങ്ങണേ ചേട്ടാ. ഹെൽമെറ്റ് ഞാൻ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം സെറ്റാണ് ചേട്ടാ, ഓക്കെയാണ്. എല്ലാവരും ഗുഡ് മോർണിംഗ് ഗൈസ്. പോയിന് ഒന്ന് ഫ്രഷൊക്കെ ആയി ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട പരിപാടിയൊക്കെ നോക്കാം. ഏകദേശം കുറേ പാർട്ടി ഇല്ലാതെ ചേട്ടാ. ജസ്റ്റ് ഒന്ന് ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് സെറ്റൊക്കെ ആക്കി ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട പരിപാടിയൊക്കെ നോക്കണം. അതിനകത്ത് ഇരുന്നിരുന്ന് തണുപ്പടിച്ചടിച്ചടിച്ച് തൊണ്ടയൊക്കെ പോയി. വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ച് റൈസും വെച്ചിട്ടുണ്ട് കേട്ടോ. കറി ഉണ്ടാക്കണം കേട്ടോ, സെറ്റാണ്. ഫുഡ് റെഡി ആക്കി കേട്ടോ. നേരെ ഡ്യൂട്ടി കയറണം കേട്ടോ. ടൈമായി. സൺസെറ്റ് വേണ്ട. ആദ്യം അനാലിസിസ്, പിന്നെ ബാക്കി എല്ലാം അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യും. കാരണം ടൈം ആവണേ ഉള്ളൂ. ഇനി 1/2 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. ഓക്കെ, എല്ലാം അനാലിസിസ് ചെയ്ത് വെക്കട്ടെ. എങ്ങനെയാണ് നോക്കട്ടെ. അനാലിസിസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ അങ്ങനെയാണോ, അങ്ങനെ വരണം നോക്കട്ടെ കേട്ടോ. ട്രേഡിങ്ങിൻ്റെ ബേസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ലൈന് വരെ എത്തിയിട്ടുള്ളൂ. ഏകദേശം എത്ര 110 പിപ്പ് കിട്ടുമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നിരുന്നു കറക്റ്റ്. ഞാൻ അതിന് ശേഷം ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ടാണ് പിന്നെ ഒന്നും ആവാറ്. അതിപ്പോഴും ഒരു ഓപ്ഷനിൽ നിൽക്കണില്ല, എത്താനില്ല, അങ്ങനെ നിൽക്കുക. കുറച്ചും കൂടി കഴിഞ്ഞിട്ട്, അതായത് ഫുൾ റൗണ്ടൊക്കെ അടിച്ചിട്ട് എടുക്കാൻ വിചാരിച്ചു. പിന്നെ പോയി എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തു. ട്രേഡിങ് കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ്. ഇവിടെ ഓക്കെയാണ് കേട്ടോ, സെറ്റാണ്. ഇന്നത്തെ ഡേ ബേസ് നോക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ട്രേഡിങ്ങിനെ പറ്റി. ഇപ്പൊ കണ്ടമാനം ട്രേഡൊന്നും എടുക്കൂല. മാക്സിമം എൻ്റെ പോളിസിയിൽ ക്വാളിറ്റി നോക്കി ട്രൈ ചെയ്യുന്നു. പക്ഷെ ക്വാളിറ്റി ആണോന്ന് വെച്ചാ ലോസ് പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ. മനസ്സിലായില്ല. എല്ലാം ചാടി കടിച്ചെടുക്കാൻ എനിക്കിപ്പോൾ തോന്നുന്നില്ല ട്രേഡ്. പണ്ട് അങ്ങനെയല്ല, ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. എടുക്കണോ എത്ര നാൾ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. മാക്സിമം കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം ലോസാണ്. അതുകൊണ്ട് മാക്സിമം കൺട്രോൾ ചെയ്യണം. തുക്ക ട്രേഡ്, ലക്കി ട്രേഡ്, അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം. മാക്സിമം പ്രോബിലിറ്റി നോക്കി അടിക്കണം. അടുത്ത് ഞാൻ പോയി എല്ലാ മീറ്ററിന്റെ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്തു. റീഡിങ് മൂന്നൊരിടത്ത് നോക്കാൻ പറഞ്ഞു. അപ്പം എല്ലാം ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്യണം. മീറ്ററിന്റെ ഫോട്ടോ എടുത്താൽ മതി കേട്ടോ, ബാക്കിയെല്ലാം സെറ്റാണ്. റീഡിങ് ഒക്കെ എഴുതി സെറ്റായി കേട്ടോ. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. ഇതിന്റെ ലെവലൊന്നാകുമ്പോൾ ഇൻഫോം ചെയ്യണം. പിന്നെ കുറച്ച് അഡ്ജസ്റ്റ് ഉണ്ട് സൈഫ്, അത് താഴെ പോയി ഒന്ന് ചെയ്യണം. ഇതന്നെ. പിന്നെ എഡിറ്റിങ് അങ്ങനത്തെ ചെറിയ പരിപാടികൾ, വലിയ ആയിട്ടൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.